പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31. പ്രധാന വാർത്തകൾ. ധോഫാർ ഗവർണറേറ്റിലെ വാണിജ്യ കേന്ദ്രത്തിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 6000 പാക്കറ്റ് സാധനങ്ങൾ കണ്ടുകെട്ടി. ഉപയോഗശൂന്യമായതും കാലാവധി തിരുത്തിയതുമടക്കമുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പരിശോധന തുടരുമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. ദാഹിറ ഗവർണറേറ്റിൽ പൊതുപരിപാടികളിൽ വെച്ച് വെടിയുതിർത്ത 8 സ്വദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇബ്രി വിലായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുപരിപാടിയിലാണ് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ദാഹിറ പോലീസ് കമാൻഡ് അന്വേഷണം നടത്തി ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഷവർമ മുറിക്കുന്നതിന് ഇനി ഇലക്ട്രിക് കത്തികൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് കടയുടമകൾക്ക് മസ്കത്ത് നഗരസഭ നിർദ്ദേശം നൽകി. പൊതുജനാരോഗ്യ നിലവാരം നിലനിർത്തുന്നതിനും ഭക്ഷ്യമലിനീകരണം തടയുന്നതിനുമായുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് നടപടി. ഇനി മുതൽ സാധാരണ കത്തികൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ജനങ്ങളുടെ ആരോഗ്യവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. റെസ്റ്റോറന്റ് ഉടമകൾക്ക് ഇലക്ട്രിക് കത്തികളിലേക്ക് മാറുന്നതിന് 3 മാസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. സാധാരണ കത്തികൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ ഇരുമ്പിന്റെ അംശങ്ങൾ ഭക്ഷണത്തിലേക്ക് കൂടിച്ചേരാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം ആരോഗ്യ അപകടങ്ങൾ ഇല്ലാതാക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തീരുമാനത്തോട് സഹകരിക്കണമെന്ന് മസ്കത്ത് നഗരസഭ കടയുടമകളോട് അഭ്യർത്ഥിച്ചു. അതേസമയം മസ്കത്തിൽ ഉൾപ്പെടെ നിരവധി ഷവർമ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ ഷവർമ മുറിക്കുന്നതിന് ഇലക്ട്രിക് കത്തികൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ ബദർ അൽ സമയുടെ പ്രീമിയം ആശുപത്രിയായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ കഴിഞ്ഞ ദിവസം നടന്നു. മുഖ്യാതിഥി ആരോഗ്യ മന്ത്രാലയത്തിലെ ആസൂത്രണ ആരോഗ്യ സ്ഥാപന അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് സാലിം സെയ്ഫ് അൽ മന്ദാരിയാണ് ആശുപത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ്, സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന ബിൻ നാസർ ബിൻ റാഷിദ് അൽ മുസൽഹി, ബദർ അൽ സമ ഗ്രൂപ്പ് ആശുപത്രികളുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ PM മുഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മൊയ്തീൻ ബിലാൽ, ഫിറോസത്ത് ഹസൻ, സ്വകാര്യ സർക്കാർ മേഖലയിലെ പ്രമുഖർ, കോർപ്പറേറ്റുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഉന്നത പ്രതിനിധികൾ, ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ സീനിയർ മാനേജ്മെന്റ് അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വയനാട്ടിലെ ദുരന്തവും മറ്റു ജില്ലകളിലെ വെള്ളപ്പൊക്കവുമടക്കം ദുരിത വാർത്തകൾക്ക് നടുവിൽ വിങ്ങുകയാണ് പ്രവാസി മലയാളികൾ. മനസമാധാനത്തോടെയായിരുന്നില്ല ഇന്നലത്തെ പകലും രാത്രിയും. മണ്ണിനടിയിലും കെട്ടിടങ്ങളിലും വെള്ളത്തിലും പെട്ട് ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത നൂറുകണക്കിന് മനുഷ്യജീവനുകളുടെ കുറിച്ചുള്ള ആദിയിലാണ് ഏവരും. ഗൾഫ് കേരളീയരിൽ നിരവധി ആളുകൾക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടു. കുടുംബങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ അപകടത്തിന്റെ ഇരകളായി. ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട എത്രയോ കുടുംബങ്ങൾ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാൻ വിദേശ മലയാളികൾ സന്നദ്ധമാണ്. പണവും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും എത്തിക്കാൻ സാമൂഹിക പ്രവർത്തകരും കൈമറന്ന് സഹായിക്കുന്നുണ്ട്. ഏവരും അവരോട് ഐക്യപ്പെടുന്നുണ്ട്. നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത ആദിയാണ് എങ്ങും. സത്യമെന്നുറപ്പില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് വിവേകശാലികൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നാട്ടിലെ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പ്രവാസി സംഘടനകൾ പറയുന്നു. അൽ അഷ്കറ ഫെസ്റ്റിവലിന് ഇന്ന് സമാപനം. ജഅലാൻ ബനീബു അലി വിലായത്തിലെ അഷ്കറ പ്രദേശത്ത് അരങ്ങേറിയ 2ാമത് എഡിഷൻ ഉത്സവത്തിൽ 10,000-ങ്ങളാണ് പങ്കാളികളായത്. ജൂലൈ 10 മുതൽ പ്രദേശത്തെ വിവിധ വേദികളിലായി പൈതൃകം, വിനോദം, വിനോദസഞ്ചാരം, സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അരങ്ങേറിയ കരിമരുന്ന് പ്രയോഗമേറെ ശ്രദ്ധ നേടിയിരുന്നു. സുരക്ഷിതമായി നടത്താനും അധികൃതർക്ക് സാധിച്ചു. വിദേശികളെ കൂടി പങ്കാളികളാക്കിയുള്ള വിവിധ കായിക മത്സരങ്ങളും ഈ വർഷത്തെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയായിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ, വിവിധ ബീച്ച് മത്സരങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി. സമാപന ദിവസമായ ഇന്ന് വ്യത്യസ്ത വിനോദ ആസ്വാദന പരിപാടികൾ അരങ്ങേറും. ചൂട് കുറഞ്ഞ് പ്രദേശത്ത് കാലാവസ്ഥയും അനുകൂലമായതിനാൽ കൂടുതൽ സന്ദർശകരെയും അധികൃതർ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വെടിക്കെട്ട് ഉൾപ്പെടെ പരിപാടികൾ ഇന്ന് അരങ്ങേറുമെന്നാണ് കരുതുന്നത്.
ചുരമിറങ്ങി വന്ന ദുരന്ത വാർത്തകളിൽ തേങ്ങുകയാണ് ഗൾഫിലെ മലയാളി പ്രവാസികൾ. പുലർച്ചെ നടന്ന ദുരന്തത്തിന്റെ വാർത്ത ഗൾഫ് മേഖലയിൽ അറിഞ്ഞു തുടങ്ങിയത് പ്രഭാതത്തിലാണ്. ഉറക്കമുണർന്ന പ്രവാസികൾ ദുരന്തത്തിന്റെ ആദ്യ വിവരങ്ങൾ മനസ്സിലാക്കിയെങ്കിലും അതിത്രയും ഭീതിയായിരിക്കുമെന്ന് നനച്ചിരുന്നില്ല. ഒട്ടേറെ വയനാട്ടുകാർ ഒമാനിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരടക്കമുള്ള പ്രവാസികൾ സംഭവമറിഞ്ഞതു മുതൽ ഉറ്റവർക്കും നാട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥനയിലാണ്. പല പ്രവാസികളുടെയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ദുരന്തം ബാധിച്ചിട്ടുണ്ട്. അവർ കടുത്ത ആശങ്കയിലാണ് ഇന്നലെ മുഴുവൻ ചെലവഴിച്ചത്. ഉരുൾപൊട്ടിയെന്ന വാർത്ത എത്തിയതോടെ രാത്രി മുഴുവൻ നാട്ടിലെ അറിയാവുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചു. പലതും സ്വിച്ച്ഡ് ഓഫ് എന്നോ പരിധിക്ക് പുറത്തെന്നോ ആണ് മറുതലക്കൽ കേട്ടത്. പലർക്കും ബന്ധുക്കളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഫോണിൽ ബന്ധപ്പെടാൻ വലിയ തടസ്സങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെയും ഫോണുകൾ ബാറ്ററി തീർന്നതടക്കമുള്ള പ്രശ്നങ്ങളാൽ പ്രവർത്തനരഹിതമാണ്. ധോഫാർ ഗവർണറേറ്റിലേക്കുള്ള പാതയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. റോഡ് മാർഗം സലാലയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക ചെക്ക് പോസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടുന്നതിന് സജ്ജമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ ഖരീഫ് കാലത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് റോയൽ ഒമാൻ പോലീസും സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയാണ്. ധോഫാർ ഗവർണറേറ്റിലേക്കുള്ള പാതയിൽ പെട്രോളിംഗ് തുടരും. കൂടുതൽ ചെക്ക് പോയിന്റുകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാക്കുന്നതിന് എയർ ആംബുലൻസ് സേവനം ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ROP അറിയിച്ചു. സ്റ്റേഷനുകളിലെ നമ്പറുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വിവിധ വകുപ്പുകളുമായി ചേർന്നാണ് റോയൽ ഒമാൻ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നത്. അപകടത്തിന് കാരണമാകുന്ന അമിത വേഗത, അശ്രദ്ധ തുടങ്ങി ഡ്രൈവർമാരും യാത്രക്കാരും ആവർത്തിക്കുന്ന നിരവധി പ്രവൃത്തികൾ ഒഴിവാക്കുന്നതിന് പരിശോധന നടത്തുകയാണ് അധികൃതർ. ബംഗളൂരു മുംബൈ സർവീസുകൾ പ്രഖ്യാപിച്ചു ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ. ഇന്ത്യൻ സെക്ടറുകളിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുംബൈയിലേക്ക് സെപ്റ്റംബർ 2 മുതലും ബംഗളൂരുവിലേക്ക് സെപ്റ്റംബർ 6 മുതലും സർവീസ് ആരംഭിക്കും. മുംബൈയിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകളും ബംഗളൂരുവിലേക്ക് 2 സർവീസുകളും ഉണ്ടാകും. ലൈറ്റ് ഫെയർ വിഭാഗത്തിൽ മുംബൈ സെക്ടറിൽ 19 റിയാലും ബംഗളൂരു സെക്ടറിൽ 33 റിയാലുമാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം ഓഫർ നിരക്കിൽ 7 കിലോ ഹാൻഡ് ലഗേജ് മാത്രമാകും അനുവദിക്കുക. കൂടുതൽ ബാഗേജിന് അധികം തുക യാത്രക്കാർ നൽകേണ്ടതുണ്ട്. അതേസമയം ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കുകയാണ് സലാം എയർ. കഴിഞ്ഞ ആഴ്ചകളിൽ ആരംഭിച്ച ഡൽഹി ചെന്നൈ സർവീസുകൾക്കൊപ്പം കേരളത്തിലെ കോഴിക്കോട് സെക്ടറിലും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളായ ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ എന്നിവിടങ്ങളിലേക്കും മസ്കത്തിൽ നിന്നും സലാം എയർ സർവീസുകൾ ഉണ്ടാകും. അതേസമയം ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയാണ് സലാം എയർ. മേഖലയിലെയും അന്താരാഷ്ട്ര സെക്ടറുകളിലെയും സർവീസുകൾ ഉയർത്തുമെന്ന് സലാം എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. ഖരീഫ് കാലത്തോടനുബന്ധിച്ച് സുഹാർ, ഫുജൈറ, ബാഗ്ദാദ്, ബഹ്റൈൻ സെക്ടറുകളിൽ നിന്ന് സലാലയിലേക്ക് സീസൺ പ്രത്യേക സർവീസുകളും ആരംഭിച്ചിരുന്നു. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ക്രിയാത്മകമായ പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തി പ്രവർത്തന രംഗത്തിറങ്ങാൻ ഇന്നലെ ചേർന്ന ICF ഇന്റർനാഷണൽ കൗൺസിലിന്റെ വെൽഫെയർ സമിതിയുടെ അടിയന്തര യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് IOC ഒമാൻ കേരള ചാപ്റ്റർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും ദുഷ്കരമായ സാഹചര്യത്തിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്നതോടൊപ്പം മരണസംഖ്യ ഉയരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതായും പ്രസ്താവനയിൽ പറഞ്ഞു. വയനാട്ടിലെ സഹോദരങ്ങൾക്ക് IOC പിന്തുണയും സഹായവും നൽകുമെന്നും IOC അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.